ഹലോ, നമുക്കിന്ന് അടിപൊളി ഒരു കോളിഫ്ലവർ ഉണ്ടാവും. ഓക്കെ, ഗോബി മഞ്ചൂരിയൻ റെസിപ്പി. എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങിയാലോ. അതിനാദ്യം നമുക്ക് വേണ്ടി എന്തെന്നല്ലേ, കുറച്ച് വെള്ളം നല്ല പോലെ തിളപ്പിച്ചെടുക്കണം. നമ്മളെ നാട്ടിൽ പതപ്പിച്ചെടുക്കുകയെന്ന് പറയും, നിങ്ങളെ നാട്ടിൽ എന്നാ പറയുക ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അങ്ങനെ പതച്ച് വരുന്ന അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിൻ്റെ അളവ് നമ്മൾ പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾ നോക്കിയിടണ്ടേ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും പറഞ്ഞ് നമ്മൾ നല്ല പോലെ തിളപ്പിച്ചെടുക്കണം. എന്ത്, നമ്മൾ കോളിഫ്ലവറില്ലേ, കോളിഫ്ലവർ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് കേട്ടാ, ഒരു 2 മിനിറ്റ് നല്ല പോലെ തിളപ്പിച്ചെടുക്കണം. എന്നിട്ടോ നമ്മൾ നേരെ കൊണ്ടുപോയി ഊറ്റിയെടുക്കണോ. ഊറ്റിയെടുക്കുന്നതിന് നിങ്ങളെ നാട്ടിലെന്നാ പറയുക, ഇത് കുറേ ഉണ്ടല്ലേ, നമ്മൾ സ്ട്രെയിൻ ചെയ്യാന്ന് പറയല്ലേ. എന്നാൽ പിന്നെ വേഗം നല്ല പോലെ അരിപ്പയിലിട്ട് ഊറ്റി ഇങ്ങെടുത്ത കേട്ടാ. പിന്നെ നമുക്ക് വേണ്ടിയത് 3/4 കപ്പ് മൈദയിലേക്ക് 3 സ്പൂണ് നമ്മളെ കോൺഫ്ലവർ പൊടിയില്ലേ, നിറച്ചു കൊടുക്കണേ സ്പൂണ്. എന്നാൽ 3 സ്പൂണ് നമ്മളെ കോൺഫ്ലവർ പൊടി ഇട്ട് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം 1 സ്പൂൺ നമ്മളെ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും 1 മുട്ടയും ചേർന്ന് നല്ല പോലെ മിക്സ് ആക്കണം. നല്ല പോലെ മിക്സ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടിയത് 3/4 കപ്പിന് കുറച്ച് താഴെ വെള്ളമാണ് കേട്ടാ. അത് അപ്പാടങ്ങ് പാരങ്ങള് നോക്കി ഇതാ ഈ കൺസിസ്റ്റൻസി ആകുന്നവരെ നോക്കി നമ്മൾ പാരണം കേട്ടാ. കണ്ടില്ലേ നിങ്ങള്, ഇതുപോലെ കിട്ടണേ. പിന്നെ നമ്മളതിലേക്ക് നമ്മളെ ചെറുതാക്കി വെച്ച് നമ്മളെ കോളിഫ്ലവറില്ലേ ചെറുങ്ങനെ വേപ്പിച്ച് വെച്ചേ, അപ്പം വേപ്പിച്ച് വെച്ച് നമ്മളെ നല്ലോണം കുക്ക് ചെയ്ത് നിൽക്കുന്നില്ല കേട്ടാ. വെറും 2 മിനിറ്റ് കുക്ക് ചെയ്ത് വെച്ച് നമ്മളെ കോളിഫ്ലവർ ഇട്ട് നല്ല പോലെ മിക്സ് ആക്കി എടുക്കണം കേട്ടാ. അല്ല ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യൂലേ, അത് പിന്നെ ഞാൾ പറയണ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവൂലേ. എന്നാൽ പിന്നെ നമുക്ക് പൊരിക്കാനുള്ള പരിപാടിയിലേക്ക് കടക്കാം. എന്താ പരിപാടി, കുറച്ചൊരു പാത്രത്തിലേക്ക് എണ്ണ വരണം. എണ്ണാന്ന് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഓയിൽ എടുത്തായിട്ടാ, കോക്കനട്ട് ഓയിൽ എടുക്കണ്ട, കാരണം ഇതെല്ലാം ചൈനീസ് ഡിഷല്ലേ. അപ്പം പിന്നെ കോക്കനട്ട് ഓയിലിനെക്കാട്ടും നല്ലത് ഏതെങ്കിലും ഒരു ഓയിലാട്ടാ, സൺഫ്ലവർ ഓയിലോ അല്ലെ ഒലീവ് ഓയിലോ അങ്ങനത്തെ എന്തായാലും ഇല്ല. അതിലിട്ട് നമ്മൾ നല്ല പോലെ പൊരിച്ചിങ്ങെടുക്കണം കേട്ടാ. നല്ല ക്രിസ്പിയായി വരുന്നവരെ നമ്മൾ പൊരിച്ചെടുക്കണം. നല്ലോണം പൊരിച്ചെടുത്താൽ നമ്മളെ ഗോബി മഞ്ചൂരിയന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടാ. എല്ലാം വേഗം പോയിട്ട് ലൈക്ക് കൂട്ടോ സബ്സ്ക്രൈബും ചെയ്യോ. ഇതെത്തിര പ്രാവശ്യം പറയുന്നേ, എന്നാലും ഒന്ന് ചെയ്താളാ, ഇത്രയും പ്രാവശ്യം പറഞ്ഞല്ലേ അല്ലേ. എന്നാൽ പിന്നെ നമുക്കിത് നല്ലോണം മൊരിഞ്ഞ് വന്നാൽ നമ്മളെ എണ്ണയിൽ നിന്ന് മാറ്റിയാലോ. നല്ലോണം മൊരിഞ്ഞ് വന്ന കോളിഫ്ലവർ നേരെ എണ്ണയെല്ലാം പൊക്കി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. പിന്നെ നമുക്ക് വേണ്ടിയത് ഇഞ്ചി വെളുത്തുള്ളി കേട്ടാ. അധികം ക്രഷ് ചെയ്യേണ്ട, ഒരു ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തത്, അതായത് ചതച്ചത്, ചെറുങ്ങനെ ചതച്ച് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് അത് എത്തിരിയാന്നല്ലേ 2 സ്പൂൺ എടുത്തോ. 1 സ്പൂൺ ഇഞ്ചിയും 1 സ്പൂണ് വെളുത്തുള്ളിയും. എന്നിട്ട് നല്ല പോലെ ഇളക്കി ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ പച്ചമണെല്ലാം ഒന്നങ്ങ് മാറട്ടെ കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടിയ 2 സവാള നല്ല ചതുരത്തിൽ മുറിച്ചെടുത്തതാണ്. നമ്മൾ ഈ ചില്ലി ചിക്കൻ എല്ലാം മുറിച്ചെടുക്കൂലേ, അതുപോലെ കട്ട് ചെയ്ത് 2 സവാള കേട്ടാ. 2 സവാള എണ്ണയിലിട്ട് ഒന്നങ്ങ് വാട്ടിയെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മളെ കോൺഫ്ലവർ മിക്സ് റെഡിയാക്കി എടുക്കാം. 2 കോൺഫ്ലവർ പൊടിയിലേക്ക് ഒരു കുറേശ്ശെയായി അല്പം വെള്ളം ചേർക്കുക. എത്രയാണെന്ന് വെച്ചാൽ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ നല്ല പോലെ കുറേശ്ശെയാണേ ഇടുകാവൂ. എന്നിട്ട് നല്ല പോലെ നമ്മൾ കട്ടൊന്നും ഇല്ലാണ്ട് കോൺഫ്ലവറിൻ്റെ പൊടി മിക്സ് ആക്കി എടുക്കണം. പിന്നെ അതിലേക്ക് വേണ്ടിയത് നമ്മളെ ക്യാപ്സിക്കം മുളക് കേട്ടോ. 1 ക്യാപ്സിക്കം മുളക് ഇതേപോലെ ചതുരത്തിൽ തന്നെ മുറിച്ചിട്ടതും ഇട്ട് നല്ല പോലെ മിക്സ് ആക്കി എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടിയ 2 സ്പൂൺ സോയാ സോസ്, 1 സ്പൂൺ കുരുമുളക് പൊടി, 3 സ്പൂൺ നമ്മളെ കെച്ചപ്പ്, അതും പിന്നെ കാശ്മീരി മുളകും വേണം കേട്ടാ. കാശ്മീരി മുളക് തന്നെ മസ്റ്റായിട്ട് ഇടാൻ ശ്രദ്ധിക്കുക. ഒരു 2 സ്പൂൺ കാശ്മീരി മുളക് ഇട്ട് നല്ല പോലെ ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കോൺഫ്ലവർ മിക്സ് റെഡിയാക്കി വെച്ചിട്ടില്ലേ, അതും കുറേശ്ശെ ചേർത്ത് നല്ലോണം ഇളക്കിയെടുക്കണേ. ഒരിക്കലും കോൺഫ്ലവറിൻ്റെ പൊടി ഫുള്ളായിട്ട് ചേർക്കാൻ പാടില്ലേ, കാരണം കട്ട പിടിച്ചോ. ചേർത്ത് ഇളക്കിയതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളവും കൂടി നിങ്ങൾ മസ്റ്റായിട്ട് പാർന്നു കൊടുക്കണം. പിന്നെ നമ്മളെ കോളിഫ്ലവറില്ലേ, കോളിഫ്ലവർ പൊരിച്ച് വെച്ചിക്കതാ, ആ കോളിഫ്ലവർ ഇട്ട് നല്ല പോലെ മിക്സ് ആക്കി എടുക്കണം. ഈ സമയത്ത് ഉപ്പുണ്ടോ നോക്കാൻ മറക്കരുത്. അതായത് നമ്മൾ കോൺഫ്ലവർ ചേർക്കുന്നില്ലേ, അപ്പം തന്നെ നോക്കണേ ഉപ്പുണ്ടോ നോക്കി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ല പോലെ ഇളക്കി മിക്സ് ആക്കി ഇങ്ങെടുത്താൽ
നമ്മളെ എന്ത് റെഡി, ഗോബി മഞ്ചൂരി റെഡി. അടിപൊളി ടേസ്റ്റ് കേട്ടോ. മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് ഞങ്ങളോട് അറിയിക്കാനും മറക്കണ്ട. നല്ല അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാ. അഥവാ വെള്ളത്തിന് ആവശ്യമുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം നിങ്ങൾ ആ കോൺഫ്ലവർ മിക്സ് ചേർത്ത് മിക്സ് ആക്കിക്കില്ലേ, ആ സമയത്ത് 1/2 കപ്പ് വെള്ളവും കൂടി വേണമെങ്കിൽ മാത്രം പാർന്നു കൊടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു 2 സ്പൂണ് സിർക്ക കേട്ടോ. അതിനാന്നല്ലേ ഒരു പുളിപ്പ് രസം വരാൻ വേണ്ടിയിട്ട് 2 സ്പൂണ് സിർക്കയും പറഞ്ഞ് പിന്നെ നമ്മൾ മല്ലിച്ചപ്പൂട്ട് ഇളക്കി മിക്സാക്കി കുഴച്ച് മറിച്ചെടുത്ത് തിരിച്ചങ്ങ് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് അത് നമ്മളൊരു സർവിങ് ബൗളിലേക്ക് മാറ്റുക. അടിപൊളി ടേസ്റ്റ് കേട്ടോ.